നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഉപ്പിലിട്ട ആ ഭ്രൂണം എവിടെ? മൂന്നാം പരാതിക്കാരി വെല്ലുവിളിച്ചത് ഭ്രൂണം ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട്, എല്ലാ തെളിവും എൻ്റെ പക്കലുണ്ട്, രാഹുലിനെ ഇപ്പോഴങ്ങ് കുരുക്കും എന്നൊക്കെ ആയിരുന്നല്ലോ. എന്നിട്ടിപ്പോൾ മൂന്നാം പരാതിക്കാരിയെയും കാണാനില്ല, ഉപ്പിലിട്ട ഭ്രൂണവും കാണാനില്ല. എവിടെ പോയി? ഒന്നെങ്കിൽ അത് ക്ലിഫ് ഹൗസിൽ പോയി ഒന്ന് തപ്പിയെടുക്കണം, അല്ലെങ്കിൽ മാധ്യമപ്രവർത്തക ലക്ഷ്മി പത്മയുടെ വീട്ടിലൊന്ന് പോയി നോക്കിയാൽ ചിലപ്പോൾ കിട്ടാൻ സാധ്യതയുണ്ടെന്ന വലിയ പരിഹാസമാണ് ഇപ്പോൾ ശക്തമായിക്കൊണ്ടിരിക്കുന്നത്. കാനഡക്കാരി ഇന്ന് വരും നാളെ വരുമെന്ന് ആറ്റുനോറ്റ് കാത്തിരുന്ന പോലീസ് ആകട്ടെ കാനഡക്കാരിയെ കാണാത്തതുകൊണ്ട് വെപ്രാളം പിടിച്ചിപ്പോൾ ഓട്ടത്തിലാണ്. കാരണം കോടതിയിൽ ചെന്ന് നിൽക്കുമ്പോൾ വീണ്ടും കോടതി ചോദിക്കും, എവിടെ മൂന്നാം പരാതിക്കാരി? മൂന്നാം പരാതിക്കാരി വന്ന് ഒപ്പിട്ടോ, വൈദ്യപരിശോധന നടത്തിയോ എന്നൊക്കെ ചോദിക്കുമ്പോൾ തലയും കുനിച്ച് നിൽക്കേണ്ടി വരും. അതുകൊണ്ട് പോലീസ് ഇപ്പോൾ ഓട്ടത്തിലാണ്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ തൂക്കി അകത്തിടാനൊക്കെ കാണിച്ച ആവേശമൊന്നും ഇപ്പോൾ പോലീസുകാർക്കില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ ലക്ഷ്മി പത്മയ്ക്ക് നേരെ വീണ്ടും സൈബർ ആക്രമണം അതിരൂക്ഷമാകുകയാണ്. മൂന്നാം പരാതിക്കാരിയെയും രണ്ടാം പരാതിക്കാരിയെയും ഒന്നാം പരാതിക്കാരിയെയും ഒക്കെ കോർത്തിണക്കി ലക്ഷ്മി പത്മയാണ് ചില റൂട്ട് മാപ്പുകളും തിരക്കഥയും ഉണ്ടാക്കുന്നതെന്നും അതിനനുസരിച്ചാണ് ഇവിടുത്തെ ചില പോലീസ് ഏമാന്മാരും ഭരണകൂടവും തുള്ളുന്നത് എന്നൊക്കെയുള്ള വലിയ ട്രോളും പരിഹാസവും ശക്തമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പല ഗ്രൂപ്പുകളിൽ നിന്ന് ഈ ലക്ഷ്മി പത്മയ്ക്ക് നേരെ ഒരുപാട് പോസ്റ്റുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തൃശ്ശൂർ കോൺഗ്രസിൻ്റെ ഒരു സൈബർ ഗ്രൂപ്പിൽ നിന്ന് ഒരു പോസ്റ്റ് പുറത്തേക്ക് വന്നിട്ടുണ്ട്. അതിങ്ങനെയാണ്, പൂർണ്ണമായും ലക്ഷ്മി പത്മയ്ക്ക് നേരെയുള്ള ഒരു പോസ്റ്റാണ് ഇത്. അവരെ വലിയ രീതിയിലാണ് അതിര് വിട്ടുപോകുന്ന രീതിയിലുള്ള ചില സൈബർ ആക്രമണമാണ് ഇപ്പോൾ ലക്ഷ്മി പത്മയുടെ കാര്യത്തിൽ നടക്കുന്നത്. നമുക്കാദ്യം ആ പോസ്റ്റ് ഒന്ന് നോക്കാം. ഹണി ട്രാപ്പ് സംഘത്തിലെ മാധ്യമ മുറിയിലെ ഞാനേ കണ്ടുള്ളൂ എന്ന് പറഞ്ഞവളെ കാണാതായിട്ട് ഇന്നേക്ക് 5 ദിനങ്ങൾ പിന്നിട്ടു. ഏട്ടായി കെയറിംഗ് മീഡിയ നാറികൾ സമർത്ഥമായി മറച്ചുവെച്ചൊരു കാര്യമുണ്ട്. ഒന്നാമത്തെ പരാതിക്കാരി കോടതിയിലും പോലീസിലും നൽകിയ പ്രധാന മൊഴി എൻ്റെ അറിവോ സമ്മതമോ ഇല്ലാതെയാണ് എൻ്റെ ചാറ്റും വോയിസും സകല ചാനലുകളിൽ വന്നത്. അത് പുറത്തുവിട്ടവർക്കെതിരെ നിയമ നടപടി കൈക്കൊള്ളണമെന്ന കാര്യം, അത് മിസ്യൂസ് ചെയ്തതാണെന്ന കാര്യം രാഹുലിനെതിരെ ഉറഞ്ഞു തുള്ളിയ ഒരൊറ്റ മാധ്യമങ്ങളും വാർത്തയാക്കിയില്ല. പക്ഷേ ഇന്റർവ്യൂവിൽ രാഹുൽ പറഞ്ഞൊരു കാര്യമുണ്ട്. 1-2 കോടതി വ്യവഹാരം എന്നത് പത്മയ്ക്കെതിരെയാണ്, പരാതിക്കാരിയും മൊഴി നൽകിയത് ഇവർക്കെതിരെയാണ്. അതിനാണ് സന്ദീപ് വാര്യരെ പ്രൊഫൈൽ തപ്പിപ്പിടിച്ച് അവരുടെ ഐഡന്റിറ്റി പുറത്തുവിട്ട ശേഷം കൂടെ ചേർത്ത് നിർത്തിയ പഴയ ഫോട്ടോ എടുത്ത് ഐക്യദാർഢ്യ നാടകം കളിച്ചത്. ഇത് വലിയൊരു നെറ്റ്വർക്കാണ്. സർക്കാരും CPM-ഉം മാധ്യമങ്ങളും ഒരു വശത്ത്, അവർക്കെതിരെ ഒറ്റയാൾ പോരാട്ടം നടത്തുന്ന രാഹുൽ മറുവശത്ത്. മാധ്യമ നാറുകളെ, ഭാവിയിൽ നിങ്ങളോട് ഏറ്റവും കടപ്പെട്ടവൻ രാഹുൽ തന്നെയാകും. അയാൾ ഏതെങ്കിലും തരത്തിൽ കുറ്റക്കാരനാണെന്ന് തന്നെ ഇരിക്കട്ടെ, പക്ഷേ യാതൊരു ക്രെഡിബിലിറ്റിയും ഇല്ലാത്ത ഉപ്പിലിട്ട ഭ്രൂണം എന്ന വാർത്ത നൽകിയും ചാറ്റ് പോലും പരിശോധിക്കാതെ ഫ്ലാറ്റ് ചെരുപ്പ് എന്ന വാർത്ത നൽകിയും അയാൾക്ക് അനുകൂലമായ കോടതി വിധി വരെ മറച്ചുവെച്ചും ഭരണഘടനാ ലംഘനം നടത്തിയ അറസ്റ്റ് വരെ ആഘോഷിച്ചും യാതൊരു ധാർമ്മികതയുമില്ലാതെ മനുഷ്യന്റെ യുക്തിക്ക് പോലും നിരക്കാത്ത വാർത്തകൾ നൽകി നിങ്ങൾ ശിക്ഷ വിധിക്കാൻ ഇറങ്ങിയപ്പോൾ ലോക മലയാളികൾ അയാളെ ഏറ്റെടുത്തതാണ്. മാധ്യമധർമ്മത്തിൻ്റെ 1% നിങ്ങൾ ഇവിടെ കാണിച്ചിരുന്നുവെങ്കിൽ രാഹുലിന് ഈ പിന്തുണ ലഭിക്കില്ലായിരുന്നു. ആ പിന്തുണയെ നിങ്ങൾ PR, QR എന്നൊന്നും വിളിച്ച് കരഞ്ഞിട്ട് കാര്യമില്ല. സ്ത്രീപക്ഷ രാഷ്ട്രീയക്കാരി പത്മയും സൗമ്യ സരിൻ അടക്കം കൂടെ നിന്ന് ഫോട്ടോ പിടിച്ചത് ഒരു പീഡന കേസിലെ 3ാം പ്രതിയോടൊപ്പമാണ്. നിങ്ങളെയും നിങ്ങളുടെ ധാർമ്മികതയെയും ജനങ്ങൾ ഓഡിറ്റ് ചെയ്യട്ടെ. ഇനി അങ്ങോട്ട് നിങ്ങളുടെ കാര്യങ്ങളും ഏകപക്ഷീയമാവില്ല. പുതിയ ചാനലായ ബിഗ് TVയിൽ ബിഗ് ബ്രേക്കിങ്ങുകൾക്കായി എന്ത് ബിഗ് റിസ്ക് എടുക്കാനും നെറികേടുകളേറെ കാണിക്കാനും എത്രത്തോളം അധപ്പതിക്കാനും തയ്യാറായ പത്മമാർ നല്ലൊരു മുതൽക്കൂട്ട് തന്നെയാകും. ഇതായിരുന്നു ലക്ഷ്മി പത്മയെ പൊളിച്ചെടുക്കുന്ന രീതിയിലുള്ള പോസ്റ്റ്. ഇത്തരത്തിൽ നിരവധി പോസ്റ്റുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ സൈബർ ഇടത്തിലൊക്കെ ഇങ്ങനെ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഒരാൾ ഒരു പോസ്റ്റ് ഇടുന്നു, രാഹുലിൻ്റെ ഗ്രൂപ്പ്, രാഹുൽ ആർമി, പിന്നീട് രാഹുലിനെ പിന്തുണയ്ക്കുന്ന കോൺഗ്രസിൻ്റെ ഗ്രൂപ്പുകൾ എല്ലാവരും ചേർന്ന് ഇതങ്ങ് വൈറലാക്കി വിടുകയാണ്. ലക്ഷ്മി പത്മയ്ക്ക് രാഹുൽ മാങ്കൂട്ടത്തിലിനോട് എന്തോ വ്യക്തി വൈരാഗ്യമുണ്ട്. അത് തീർക്കുന്നതിന് വേണ്ടി ഇവർ അതിജീവിതകളെ കൂടെ ചേർത്ത് ഉപയോഗിക്കുകയായിരുന്നു എന്നുള്ള തരത്തിലേക്കൊക്കെയാണ് ഈ പോസ്റ്റുകളൊക്കെ ചർച്ച ചെയ്യപ്പെടുന്നതും പല പോസ്റ്റുകളും വരുന്നതും.
ഇവിടെ ലക്ഷ്മി പത്മയ്ക്ക് ഒരുപാട് പിഴവുകൾ സംഭവിച്ചിട്ടുണ്ട്. അതായത് എന്തിനായിരുന്നു അവർ ഇത്രത്തോളം വലിയൊരു ആവേശം ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിൽ കാണിച്ചത്? ഒരു മാധ്യമ പ്രവർത്തക എന്ന നിലയിൽ നിങ്ങൾക്ക് മുൻപിലേക്ക് വരുന്ന വാർത്തകൾ നിങ്ങൾക്ക് ജനങ്ങളിലേക്ക് എത്തിക്കാം. പക്ഷേ ഒരാളെ വ്യക്തിഹത്യ ചെയ്യുന്നതിന് തുനിഞ്ഞിറങ്ങുന്നത് എന്തിനാണ് എന്നുള്ള ചോദ്യം ഇവിടുത്തെ ജനങ്ങൾ മാധ്യമങ്ങളോട് ചോദിച്ചു തുടങ്ങി. പ്രത്യേകിച്ച് ലക്ഷ്മി പത്മയ്ക്ക് നേരെ അവർ ചോദ്യം ഉന്നയിച്ചു തുടങ്ങി. വ്യക്തിവൈരാഗ്യം തീർക്കാനുള്ള ഇടങ്ങളായി ചാനൽ ഫ്ലോറുകൾ മാറരുതെന്ന് ജനങ്ങൾ പ്രതികരിച്ചു തുടങ്ങി. അവിടെയാണ് ലക്ഷ്മി പത്മയ്ക്കും കൂട്ടർക്കും അടിപതറി തുടങ്ങിയത്. അതായത് ഈ രാഹുൽ മാങ്കൂട്ടത്തിന് ഇന്ന് നല്ലൊരു ഇമേജ് കിട്ടി ജനങ്ങളുടെ ഇടയിലേക്ക് അയാൾ സ്വീകാര്യനായി മാറുകയാണ്. അതിന് കാരണം ഈ മാധ്യമങ്ങളുടെ അമിത ആവേശം തന്നെയായിരുന്നു, സർക്കാരിൻ്റെ എടുത്തുചാട്ടമായിരുന്നു, പറയാതിരിക്കാൻ ഒരു നിവൃത്തിയുമില്ല. ഈ കേസിൽ അതായത് രാഹുൽ ഇപ്പോൾ ശരിക്കും ആരെയെങ്കിലും ഇരയാക്കിയിട്ടുണ്ടെങ്കിൽ പോലും അവർക്ക് പോലും നീതി കിട്ടാത്ത ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചത് ഈ മാധ്യമങ്ങളുടെ അനാവശ്യ കൈകടത്തൽ തന്നെയാണ്. അതിലൊരു സംശയവും ഇല്ല. ഒന്നാം പരാതിക്കാരി അങ്ങനെ ഒരു അതിജീവിതയുണ്ട് എന്ന് ഈ ലോകത്തോട് വിളിച്ചു പറഞ്ഞ് വാർത്ത ചെയ്തത് ലക്ഷ്മി പത്മയായിരുന്നു. ഞാൻ അവളെ കണ്ടിരുന്നു, അങ്ങനെ ഒരു അതിജീവിത ഉണ്ടെന്ന് അവർ പറഞ്ഞിരുന്നു. ആ ഒരു കാര്യത്തിലൊക്കെ അവർ പറഞ്ഞ വാദങ്ങളോട് നമ്മൾ ചേർന്ന് നിന്നു. പക്ഷേ മൂന്നാം പരാതിക്കാരിയുടെ കാര്യത്തിലേക്കൊക്കെ വന്നപ്പോഴത്തേക്ക് ഇതൊരു ഒരാളെ കുടുക്കുന്നതിന് വേണ്ടി ഒരു കൂട്ടം ആൾക്കാർ ചേർന്ന് നടത്തുന്ന ഒരു കളിയാണെന്നുള്ള വ്യാഖ്യാനം ജനങ്ങളുടെ ഇടയിലേക്ക് പരന്നു. ആ ഒരു പൊതുബോധമാണ് പിന്നീട് എല്ലാവരിലും ഉണ്ടായത്. അതുകൊണ്ടാണ് ഈ ജനങ്ങൾ രാഹുലിനെ പിന്തുണച്ച് രംഗത്തേക്ക് വന്നത്. ഉപ്പിലിട്ട ഭ്രൂണം എവിടെയെന്നൊക്കെ ഇപ്പോൾ ലക്ഷ്മി പത്മയ്ക്ക് നേരെ, അതായത് ലക്ഷ്മി പത്മയുടെ വീട്ടിൽ കാണും ആ ഉപ്പിലിട്ട ഭ്രൂണം എന്നൊക്കെയാണ് സൈബർ ആക്രമണം വരുന്നത്. ഇങ്ങനെ ഒരു സൈബർ ആക്രമണം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണക്കാരി ലക്ഷ്മി പത്മ തന്നെയാണ്. രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലുമായിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ മുൻപ് ഈ പറയുന്ന ലക്ഷ്മി പത്മ എടുത്തിരുന്നു. അതായത് ഏതോ ഒരു ഓണത്തിന് ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വീട്ടിൽ വെച്ചായിരുന്നു ഈ ഒരു ഇൻ്റർവ്യൂ എടുത്തത്. ഇൻ്റർവ്യൂ എന്ന് പറയാൻ കഴിയില്ല, ഷാഫി പറമ്പിലിനെയും രാഹുലിനോടും ചില കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുക, സൗഹൃദ സംഭാഷണം, ഇതൊക്കെ ആയിരുന്നു ആ വീഡിയോയിൽ ഉണ്ടായിരുന്നത്. രാഹുലിൻ്റെ വീട്ടിൽ ഉച്ചഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഒക്കെ വീഡിയോ പുറത്തേക്ക് വന്നിരുന്നു. ഈ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ലക്ഷ്മി പത്മ രാഹുലിനെ നോക്കുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു. അതിൻ്റെ ചില സ്ക്രീൻഷോട്ടുകൾ എടുത്തു വെച്ചുകൊണ്ട് ഈ പല സൈബർ ഗ്രൂപ്പുകളിലും വന്നുകൊണ്ടിരിക്കുന്ന ഇപ്പോഴത്തെ ഒരു വാർത്തയെന്ന് പറയുന്നത്, അതായത് ഇപ്പോഴത്തെ പോസ്റ്റുകൾ എന്ന് പറയുന്നത്, രാഹുലിനോട് എന്തോ ഒരു താല്പര്യം ലക്ഷ്മി പത്മയ്ക്ക് ഉണ്ടായിരുന്നു, കിട്ടാത്ത മുന്തിരി പുളിച്ചതുകൊണ്ടാണ് ഈ അതിജീവിതമാരെ മുഴുവൻ കൊടുക്കുന്ന രീതിയിലേക്ക് ലക്ഷ്മി പത്മ പല കളിയും നടത്തിയത് എന്നുള്ള ഒരു വലിയ വിമർശനം അവർക്ക് നേരെ വരികയാണ്. നമുക്കറിയാം ലക്ഷ്മി പത്മ ഒരു മികച്ച മാധ്യമ പ്രവർത്തകയാണ്. പക്ഷേ അവരിൽ നിന്നാണ് ഇത്തരത്തിലുള്ള വലിയ പിഴവുകൾ ഉണ്ടായത്. അതുകൊണ്ട് തന്നെയാണ് ജനങ്ങളിപ്പോൾ അവർക്കെതിരെ തിരിഞ്ഞിരിക്കുന്നതും. നിയമങ്ങൾ പോലും രാഹുലിന് അനുകൂലമായി മാറുന്നു. അതിജീവിതകൾ ആരാണ് എന്ന് കോടതികൾ ഇഴകീറി പരിശോധിക്കുകയാണ്. അവിടെ ഈ പറയുന്ന അതിജീവിതകൾക്ക് തിരിച്ചടി ഉണ്ടാകുമെന്ന് നിയമവിദഗ്ധർ പറയുകയാണ്. രാഹുലിന് ഉഭയസമ്മതപ്രകാരം സ്ത്രീകളുമായിട്ട് ലൈംഗിക ബന്ധം ഉണ്ടായിട്ടുണ്ട്. അതിലെന്താണ് തെറ്റ്? കോടതി പോലും ചോദിക്കുന്നു, അങ്ങനെ ഉണ്ടായെങ്കിൽ അതിലെന്താണ് തെറ്റ്? പക്ഷേ അത് കഴിഞ്ഞിട്ട് നമ്മൾ കണ്ടതാണ്, മൂന്നാം പരാതിക്കാരി പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് കഴിഞ്ഞതിൻ്റെ തൊട്ടടുത്ത ദിവസം രാഹുലിന് സമ്മാനങ്ങൾ അയച്ചു കൊടുക്കുന്നു. അതെന്ത് തരം അതിജീവിതയാണ് എന്ന് ഇവിടുത്തെ ജനങ്ങൾ ചോദിച്ചാൽ അതിൽ നമുക്ക് എന്ത് മറുപടി പറയാൻ കഴിയും? പീഡനം നേരിടുന്ന ഒരു സ്ത്രീ അവരനുഭവിക്കുന്ന ഒരു ട്രോമയുണ്ട്. പിന്നീട് ഒരിക്കൽ പോലും തനിക്ക് നേരെ അത്തരത്തിലൊരു നീക്കം നടത്തിയ ആ നീചനെ കാണണമെന്ന് പോലും ആഗ്രഹിക്കില്ല. അങ്ങനെയുള്ള ഒരു സ്ഥലത്താണ് അയാൾ ഞങ്ങളെ വിവാഹം കഴിക്കുമെന്ന് കരുതി ആഗ്രഹിച്ചു എന്നൊക്കെ ഈ സ്ത്രീകൾ പറയുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിന് വീണ്ടും വീണ്ടും സമ്മാനങ്ങൾ അയച്ചു കൊടുത്തപ്പോൾ തന്നെ നമുക്ക് വ്യക്തമായി ഈ ബലാത്സംഗം ഒരു കെട്ടുകഥയാണ്. അത് അവിടെ തന്നെ പൊളിഞ്ഞു വീണില്ലേ? കോടതിയും അത് തന്നെയാണ് പറഞ്ഞത്. സുപ്രീം കോടതി ഇപ്പോൾ വിലയിരുത്തിയിരിക്കുന്നത്, അതായത് ഒരു കേസ് സുപ്രീം കോടതിയുടെ മുൻപിൽ എത്തുകയായിരുന്നു. ഒരു അഭിഭാഷകൻ മറ്റൊരു അഭിഭാഷകയെ, അതായത് ഒരു വനിതാ അഭിഭാഷകൻ പീഡനത്തിനിരയാക്കി എന്നായിരുന്നു കേസ്. കോടതി അത് ഇഴകീറി പരിശോധിച്ചപ്പോൾ ഇരുവരും തമ്മിൽ വലിയ സൗഹൃദമായിരുന്നു ഉണ്ടായിരുന്നത്. സൗഹൃദം ഉണ്ടായിരുന്ന കാലത്ത് ഇരുവരും തമ്മിൽ ലൈംഗിക ബന്ധത്തിലൊക്കെ ഏർപ്പെട്ടു. അതിനുശേഷം ഇവർക്കിടയിലെ ബന്ധത്തിൽ ചില വിള്ളലുകൾ ഉണ്ടാകുന്നു. തൊട്ടടുത്ത നിമിഷം അവർ ബലാത്സംഗം ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് കോടതിയെ സമീപിക്കുകയായിരുന്നു. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന്. വിവാഹം കഴിച്ച ഒരു സ്ത്രീയെ എങ്ങനെയാണ് വിവാഹ വാഗ്ദാനം നൽകി മറ്റൊരാൾക്ക് പീഡിപ്പിക്കാൻ കഴിയുക എന്നുള്ള ചോദ്യം ഏറ്റവും റെലവൻ്റ് ആയിരുന്നു. ഇത്തരത്തിലുള്ള ഇഴകീറി പരിശോധിച്ചുള്ള നിയമ നടപടികൾ കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം. കാരണം ഞാനിത് പറയുന്നത് അതിജീവിതകളെ അധിക്ഷേപിക്കുന്നതല്ല.
ഇന്ന് കോടതികൾ അത് ചെയ്തില്ലെങ്കിൽ നാളെ യഥാർത്ഥ ഇരകൾ വേട്ടയാടപ്പെടും. അവർക്ക് നീതി കിട്ടാതെ പോകും. ഈ സമൂഹം അവരോടൊപ്പം നിൽക്കാതെ വരും. ഇപ്പോൾ പോലും ഈ പറയുന്ന രാഹുൽ കേസിലെ നിരവധി അതിജീവിതകൾ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അവരെ അതിജീവിത എന്ന് പോലും വിളിക്കരുതെന്നാണ് ഇവിടുത്തെ ജനങ്ങൾ പ്രതികരിച്ചു തുടങ്ങിയിരിക്കുന്നത്. ആ ഒരു തലത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. യഥാർത്ഥ അതിജീവിതകളോടൊപ്പമാണ് ജനം നിൽക്കേണ്ടത്. അവർക്കാണ് നീതി വാങ്ങിക്കൊടുക്കേണ്ടത്. അവിടെയാണ് അവരെ പോലും, ഈ യഥാർത്ഥ അതിജീവിതകളെ പോലും വെട്ടിലാക്കി അവരെ പോലും പാതാളക്കുഴിയിൽ ചവിട്ടിത്താഴ്ത്തുന്ന നടപടിയിലേക്ക് മറ്റു ചില അതിജീവിതമാർ ഉയർന്നു വരുന്നത്. കള്ള ഫെമിനിസ്റ്റുകളെന്ന് ജനങ്ങൾ വിളിച്ചു തുടങ്ങിയിരിക്കുകയാണ്. ലക്ഷ്മി പത്മയ്ക്ക് നേരെ വലിയ വിമർശനവും സൈബർ ആക്രമണവും രൂക്ഷമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.